CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാജ്യം 77ാമത് റിപ്പബ്ലിക് ദിന നിറവിൽ ഭരണഘടനയെ സംരക്ഷിക്കുക എന്നതാണ് ദേശസ്നേഹത്തിന്റെ ഏറ്റവും ഉയർന്ന രൂപമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ മലപ്പുറം MSP ഗ്രൗണ്ടിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം ലീഗ് മണ്ണാർക്കാട് മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നേതാക്കൾ തമ്മിൽ വാദപ്രതിവാദങ്ങളും തർക്കങ്ങളും, നിയമസഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം, നേതാക്കളുടെ ചാനൽ പ്രതികരണങ്ങൾ, അജണ്ട എന്നിവയെ ചൊല്ലിയാണ് ഇരുവിഭാഗങ്ങൾ തമ്മിൽ തർക്കമുണ്ടായതെന്നാണ് വിവരം. ചെർപ്പുളശ്ശേരി അറേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പകൽപൂരത്തിന്റെ ആവേശത്തോടെ താലപ്പൊലി ആഘോഷിച്ചു. വൈകുന്നേരം നടന്ന തിറപൂതൻ കളി തുടങ്ങിയ കലാരൂപങ്ങൾ ആഘോഷങ്ങൾക്ക് മിഴിവേകി. ഭരണഘടനയെ സംരക്ഷിക്കുക എന്നതാണ് ദേശസ്നേഹത്തിന്റെ ഏറ്റവും ഉയർന്ന രൂപമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ മലപ്പുറം MSP ഗ്രൗണ്ടിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതത്തിന്റെയും ഭാഷയുടെയും ജാതിയുടെയും പേരിൽ മനുഷ്യരെ വിഭജിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങൾക്കെതിരെയുള്ള കവചമായി ഭരണഘടനയെ ചേർത്തു പിടിക്കണമെന്ന് മന്ത്രി ആഹ്വാനം ചെയ്തു. ജനാധിപത്യം എന്നത് വെറും ഭൂരിപക്ഷത്തിന്റെ ശക്തിയല്ലെന്നും അത് ഭൂരിപക്ഷത്തിന്റെ അധികാരത്തെ നിയന്ത്രിക്കുന്ന സംവിധാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിവിൽ സ്റ്റേഷനിലെ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച ശേഷമാണ് മന്ത്രി പരേഡ് ഗ്രൗണ്ടിലെത്തിയത്. ദേശീയ പതാക ഉയർത്തിയ ശേഷം അദ്ദേഹം പരേഡ് പരിശോധിക്കുകയും അഭിവാദ്യം സ്വീകരിക്കുകയും ചെയ്തു. ജില്ലാ കളക്ടർ VR വിനോദ്, ജില്ലാ പോലീസ് മേധാവി R വിശ്വനാഥ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. CCN മലപ്പുറം. മുസ്ലിം ലീഗ് മണ്ണാർക്കാട് മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നേതാക്കൾ തമ്മിൽ വാദപ്രതിവാദങ്ങളും തർക്കങ്ങളും, നിയമസഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം, നേതാക്കളുടെ ചാനൽ പ്രതികരണങ്ങൾ, അജണ്ട എന്നിവയെ ചൊല്ലിയാണ് ഇരുവിഭാഗങ്ങൾ തമ്മിൽ തർക്കമുണ്ടായതെന്നാണ് വിവരം. ചാനലുകൾക്ക് മുന്നിൽ അനാവശ്യ പ്രതികരണം നടത്തിയെന്ന് ഒരു വിഭാഗം ആരോപണം ഉന്നയിച്ചപ്പോൾ അങ്ങനെയെങ്കിൽ ആദ്യം പ്രതികരിച്ചത് ജില്ലാ പ്രസിഡന്റ് ആണെന്നും നടപടി അദ്ദേഹത്തിനെതിരെയാണ് വേണ്ടതെന്നും മറുവിഭാഗം തിരിച്ചടിച്ചു. മണ്ഡലം പ്രസിഡന്റ് ചാനലുകളിൽ MLAക്ക് അനുകൂലമായി സംസാരിച്ചത് യോഗത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടെങ്കിലും അത് തന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ഇതോടെ മറ്റു നേതാക്കളുടെ പ്രതികരണങ്ങളും വ്യക്തിപരമായി കണക്കാക്കണമെന്ന് എതിർവിഭാഗം വാദിച്ചു. അജണ്ടകൾ നിശ്ചയിക്കാതെയാണ് യോഗം ചേർന്നതെന്ന് ഒരു വിഭാഗം കുറ്റപ്പെടുത്തിയെങ്കിലും തദ്ദേശ തിരഞ്ഞെടുപ്പ് അവലോകനം, SIR, ചന്ദ്രിക പ്രചാരണം എന്നീ അജണ്ടകൾ മുൻനിർത്തിയാണ് യോഗം ചേർന്നതെന്ന് മറുവിഭാഗം വിശദീകരിച്ചു. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് ആര് മത്സരിക്കണമെന്ന കാര്യത്തിലും കടുത്ത ഭിന്നത നിലനിൽക്കുന്നുണ്ട്. മണ്ഡലത്തിൽ ഇത്തവണ പ്രാദേശിക സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യത്തിൽ ഒരു വിഭാഗം ഉറച്ചുനിന്നു. എന്നാൽ വിജയസാധ്യത കണക്കിലെടുത്ത് നിലവിലെ MLA തന്നെ മത്സരിക്കണമെന്നാണ് മറുവിഭാഗത്തിന്റെ നിലപാട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രസിഡന്റും സെക്രട്ടറിയും മാത്രം അഭിപ്രായം പറയേണ്ടതില്ലെന്നും അതാത് പഞ്ചായത്ത് കമ്മിറ്റികൾ ചർച്ച ചെയ്ത് വിവരം മണ്ഡലം കമ്മിറ്റിയെ അറിയിക്കട്ടെയെന്നും യോഗത്തിൽ നിർദ്ദേശമുയർന്നു.
സ്ഥാനാർത്ഥി ചർച്ചകളിൽ അന്തിമ തീരുമാനമാകാതെയാണ് യോഗം പിരിഞ്ഞത്. പ്രാദേശികവാദവും MLAയെ അനുകൂലിക്കുന്ന നിലപാടും തമ്മിലുള്ള പോര് തുടരുന്ന പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ വീണ്ടും വർക്കിംഗ് കമ്മിറ്റി ചേരാനാണ് സാധ്യത. CCN മണ്ണാർക്കാട്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ കരിങ്കലത്താടിയിൽ നിന്നും വെട്ടത്തൂരിലേക്കുള്ള റോഡിലെ അരക്കുപറമ്പ് കുറ്റിപ്പുളി ഭാഗം വാഹനങ്ങൾക്ക് അപകടക്കെണിയാകുന്നു. റോഡിന് ഇരുവശവുമുള്ള വൻ ഗർത്തങ്ങളാണ് യാത്രക്കാരുടെ ജീവന് ഭീഷണി ഉയർത്തുന്നത്. ഏകദേശം 10 അടിയോളം താഴ്ചയുള്ള ഈ ഭാഗത്ത് 2 വലിയ വാഹനങ്ങൾ ഒരേ സമയം വന്നാൽ കടന്നുപോകാൻ പോലും പ്രയാസമാണ്. പാതയുടെ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയായെങ്കിലും ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാത്തതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ നിരവധി അപകടങ്ങളാണ് ഈ ഭാഗത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് ഗ്രാമപഞ്ചായത്ത് വാർഡംഗം KM ഫത്താഹ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാവിലെ അരക്കുപറമ്പിൽ നിന്നും വെട്ടത്തൂരിലേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞിരുന്നു. തലനാരിഴയ്ക്കാണ് കാർ യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. വിഷയത്തിൽ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നും പാതയുടെ ഇരുവശത്തും സുരക്ഷാ വേലികൾ സ്ഥാപിക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് വാർഡംഗം അഷ്റഫ് നടക്കളത്തിൽ ആവശ്യപ്പെട്ടു. CCN ചത്തല്ലൂർ. ചെർപ്പുളശ്ശേരി അറേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പകൽപൂരത്തിന്റെ ആവേശത്തോടെ താലപ്പൊലി ആഘോഷിച്ചു. വൈകുന്നേരം നടന്ന തിറാപൂതൻ കളി തുടങ്ങിയ കലാരൂപങ്ങൾ ആഘോഷങ്ങൾക്ക് മിഴിവേകി. ദേശകമ്മിറ്റിയും ആലിൻചൂട് കമ്മിറ്റിയും സംയുക്തമായി ഒരുക്കിയ പകൽപൂരങ്ങൾ ആഘോഷങ്ങളുടെ പ്രധാന ആകർഷണമായി. നെറ്റിപ്പട്ടം കെട്ടി പൊന്നണിഞ്ഞ ആനകളും താളലയങ്ങൾ തീർത്ത മേളവും എഴുന്നള്ളിപ്പിന് മാറ്റുകൂട്ടി. എഴുന്നള്ളിപ്പിന് അകമ്പടിയായി എത്തിയ വിവിധ നാടൻ കലാരൂപങ്ങൾ എന്നിവ പൂരാഘോഷത്തിനെത്തിയവർക്ക് ദൃശ്യവിരുന്നൊരുക്കി. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി ഭക്തജനങ്ങളാണ് താലപ്പൊലി ആഘോഷങ്ങളിൽ പങ്കുചേരാൻ ക്ഷേത്രസന്നിധിയിലെത്തിയത്.
CCN ചെർപ്പുളശ്ശേരി. ചെർപ്പുളശ്ശേരി അറേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കാളവേല വർണ്ണാഭമായി. വൈദ്യുത ദീപാലങ്കൃതമായ ഇണക്കാളക്കോലങ്ങൾ, വാദ്യമേളങ്ങളും നാടൻ കലാരൂപങ്ങളുമായി രാത്രിയോടെ കാവിലെത്തി. ഞായറാഴ്ച വൈകിട്ടോടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 14ഓളം കാളവേലകൾ EMS റോഡ് വഴി ക്ഷേത്ര പരിസരത്തെത്തി. രാത്രി 11-ന് ചെർപ്പുളശ്ശേരി ജയനും സംഘവും അവതരിപ്പിക്കുന്ന തായമ്പകയും നടന്നു. CCN ചെർപ്പുളശ്ശേരി. സമ്മതിദായക അവകാശത്തിന്റെ പ്രാധാന്യം പൊതുജനങ്ങളെ ഓർമ്മിപ്പിച്ച് മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദിന്റെ നേതൃത്വത്തിൽ നടന്ന സൈക്കിൾ യാത്ര ശ്രദ്ധേയമായി. കളക്ടറുടെ വസതിയുടെ പരിസരത്ത് നിന്നാണ് യാത്ര ആരംഭിച്ചത്. പതിനാറാമത് ദേശീയ സമ്മതിദായക ദിനാചരണത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ തിരഞ്ഞെടുപ്പ് വിഭാഗമാണ് സൺഡേസ് ഓൺ സൈക്കിൾ എന്ന പേരിൽ ഈ സൈക്കിൾ യാത്ര സംഘടിപ്പിച്ചത്. ജില്ലയിലെ വിവിധ സൈക്ലിംഗ് ക്ലബ്ബുകളുടെ സഹകരണത്തോടെ നടന്ന യാത്ര കളക്ടറുടെ വസതിയുടെ പരിസരത്ത് നിന്നാണ് ആരംഭിച്ചത്. ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ സ്വാതി ചന്ദ്രമോഹൻ, വിവിധ സൈക്ലിംഗ് ക്ലബ്ബ് അംഗങ്ങൾ, തിരഞ്ഞെടുപ്പ് വിഭാഗം ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യാത്രയിൽ പങ്കാളികളായി. CCN മലപ്പുറം. ചെർപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കാളവേല ആഘോഷങ്ങളുടെ പ്രോഗ്രാം ബുക്ക് പ്രകാശനം ചെയ്തു. മണ്ണാർക്കാട് DYSP M സന്തോഷ് കുമാർ പ്രകാശനം നിർവഹിച്ചു. മകരവിളക്കിന് ശബരിമല ഡ്യൂട്ടി പെട്ടെന്ന് വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു പോയി വന്നിട്ട് നമുക്ക് ചെയ്യാമെന്ന്. അപ്പോൾ ഒരു കാരണം അതുകൂടിയാണ് ഇതിൻ്റെ പ്രകാശന ചടങ്ങ് വൈകാനുള്ള ഒരു കാരണം. അപ്പോൾ ഒരിക്കൽ കൂടി ഈ ചടങ്ങിൽ എന്നെ ക്ഷണിച്ച് ഈ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം എനിക്ക് ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ നല്ലവരായ ജനങ്ങൾക്കും ഭക്തജനങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മുതിർന്ന പത്രപ്രവർത്തകനും കാളവേലാഘോഷ കമ്മിറ്റിയുടെ മീഡിയ കൺവീനറുമായ അങ്ങാടിക്കുന്നത്ത് രാമകൃഷ്ണന് ചടങ്ങിൽ ആദരം നൽകി. ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. ജയൻ അധ്യക്ഷത വഹിച്ച യോഗം ചീഫ് കോർഡിനേറ്റർ N. സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഏരിയ പ്രസിഡന്റ് M. ദണ്ഡപാണിക്ക് നൽകിക്കൊണ്ട് മണ്ണാർക്കാട് DYSP M. സന്തോഷ് കുമാർ പുസ്തക പ്രകാശനം നിർവഹിച്ചു. DYSP ഇവിടെ വന്ന് അതിനുള്ള എല്ലാ വാഗ്ദാനങ്ങളും തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരെ ശബരിമലയിൽ പോലീസുകാരെപ്പോഴും വളരെ സൗമ്യഭാവത്തോടുള്ള അയ്യപ്പന്മാരായിട്ടാണ് കണക്കാക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ഭാവം ഇവിടെ ഉണ്ടാവുവാനും ഈ ക്ഷേത്രവും അതുപോലെ ഈ വേലയും ഇതുവരെ നടന്നതിനേക്കാൾ ഒരു പടി കൂടി മുന്നോട്ട് വയ്ക്കുവാൻ കഴിയുമാറാകട്ടെ. അതിന് ദേവി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളിൽ നിങ്ങളിൽ അതിനായിട്ട് ഒരു ദേവി ദാസനായിട്ട് നിങ്ങളോട് ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നഗരസഭാ വൈസ് ചെയർമാൻ C. ജയകൃഷ്ണൻ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ C. ജയകൃഷ്ണൻ, ക്ഷേത്രം പാരമ്പര്യ ട്രസ്റ്റി മോഴിക്കുന്നത്ത് ദാമോദരൻ നമ്പൂതിരി, K. ബാലകൃഷ്ണൻ, PP വിനോദ് കുമാർ, ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ K. മനോജ് കുമാർ, P. ശ്രീകുമാർ, KK ഗണേശൻ, കമ്മിറ്റി സെക്രട്ടറി P. അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. രാമകൃഷ്ണൻ മറുപടി പ്രസംഗവും നടത്തി. CCN ചെർപ്പുളശ്ശേരി. എഴക്കാട് മുള സാംസ്കാരിക കേന്ദ്രത്തിന്റെ 5ാം വാർഷികം മലമ്പുഴ MLA A. പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. മുള കൊണ്ടുള്ള കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നതിൽ മുള സാംസ്കാരിക കേന്ദ്രം നടത്തുന്ന പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് MLA പറഞ്ഞു.
സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് കെ ചാമിയാർ എടത്തറ അധ്യക്ഷത വഹിച്ചു. സാംസ്കാരിക പ്രവർത്തകൻ ബിജുമോൻ പന്തിരിക്കുലം മുഖ്യ പ്രഭാഷണം നടത്തി. മലമ്പുഴ MLA എ പ്രഭാകരന് എഴക്കാട് മുള സാംസ്കാരിക കേന്ദ്രത്തിന്റെ സ്നേഹാദരവ് ബിജുമോൻ പന്തിരിക്കുലം കൈമാറി. സെക്രട്ടറി VA രാജൻ എഴക്കാട്, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് T ശോഭന, പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VM ഉണ്ണികൃഷ്ണൻ, മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലക്ഷ്മിക്കുട്ടി, മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗം NG വേലായുധൻ, സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ PT ബാബുരാജ്, ഗോപൻ എഴക്കാട്, വിനോദ് കോങ്ങാട്, മുളമ്പാട്ട് കലാകാരന്മാരായ ചന്ദ്രൻ VC, കുഞ്ചു CV, ഡോക്ടർ കിരൺ രാജ്, പൊന്നു വടക്കേക്കര, ഉണ്ണികൃഷ്ണൻ കുത്തനൂർ, ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് അംഗങ്ങളുടെ വ്യത്യസ്ത കലാപരിപാടികൾ അവതരിപ്പിച്ചു. CCN കോങ്ങാട്. മലപ്പുറം ജില്ലാ 3 വീലർ ഗുഡ്സ് തൊഴിലാളി അസോസിയേഷൻ ജില്ലാ സമ്മേളനം മലപ്പുറം മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്നു. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം P. ഉബൈദുള്ള MLA നിർവഹിച്ചു. എല്ലാവർക്കും ഉത്സവമായി തന്നെ ജോലിയാണ് നിർബന്ധമുള്ളത്. മറ്റൊരു മാർഗമില്ലാത്തതുകൊണ്ട് ഈ മേഖല തിരഞ്ഞെടുത്തു. യഥാർത്ഥത്തിൽ ഇവിടെ ഇരിക്കുന്ന മഹാഭൂരിപക്ഷം ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാരിലേക്ക് എല്ലാവരുടെയും ആഗ്രഹമാണ് നമ്മൾ പഠനം കഴിഞ്ഞാൽ നമുക്കൊരു സർക്കാർ ജോലി ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ. യാത്രാ പെർമിറ്റുള്ള വാഹനങ്ങൾ ഗുഡ്സ് തൊഴിലാളികളുടെ തൊഴിലവസരങ്ങൾ കവർന്നെടുക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്നും ഇത് തടയാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കർശന നടപടി സ്വീകരിക്കണമെന്നും MLA പറഞ്ഞു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ മഞ്ചേരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി റോഡ് സുരക്ഷ എന്ന വിഷയത്തിൽ MVI ഷൂജ മാട്ടട പ്രഭാഷണം നടത്തി. ആരോഗ്യ സംരക്ഷണം, പ്രഥമ ശുശ്രൂഷ എന്നീ വിഷയങ്ങളിൽ KP സാദിഖ്, നാസർ അഹമ്മദ് എന്നിവർ ക്ലാസുകൾ എടുത്തു. സമ്മേളനത്തോടനുബന്ധിച്ച് ഡ്രൈവർമാർക്കായി സൗജന്യ കണ്ണു പരിശോധന ക്യാമ്പും സംഘടിപ്പിച്ചു. തൊഴിൽ രംഗത്തെ മികവ് പരിഗണിച്ച് മുതിർന്ന ഡ്രൈവർമാരെ ചടങ്ങിൽ ആദരിച്ചു. CCN മലപ്പുറം. ക്വാണ്ടം സയൻസിനെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തുടനീളം സംഘടിപ്പിക്കുന്ന ക്വാണ്ടം സെഞ്ചുറി സയൻസ് എക്സിബിഷൻ മലപ്പുറത്തേക്ക് ജനുവരി 29 മുതൽ ഫെബ്രുവരി 4 വരെ മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ വെച്ചാണ് പ്രദർശനം നടക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനപ്രകാരം 2025 അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി വർഷമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും ലൂക്ക സയൻസ് പോർട്ടലും സംയുക്തമായി കൊച്ചി സർവകലാശാലയുടെ അക്കാദമിക പിന്തുണയോടെയാണ് ഈ ബൃഹത്തായ പ്രദർശനം ഒരുക്കുന്നത്. ലോകത്തെ 100-ലധികം രാജ്യങ്ങളിൽ നടക്കുന്ന ക്വാണ്ടം ശതാബ്ദി ആഘോഷങ്ങളിൽ വെച്ച് ജനപങ്കാളിത്തം കൊണ്ട് ഏറ്റവും വലിയ പരിപാടിയെന്ന യുനെസ്കോയുടെ പ്രത്യേക പ്രശംസയും ഈ എക്സിബിഷൻ നേടിയിട്ടുണ്ട്. ഇതിനകം 9 ജില്ലകളിലായി 50,000-ഓളം പേർ പ്രദർശനം കണ്ടു കഴിഞ്ഞു. ജില്ലയിലെ 120 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നായി 5,000-ലധികം വിദ്യാർത്ഥികൾ ഇതിനോടകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നടത്തിയിട്ടുള്ള എക്സിബിഷന്റെ എക്സിബിറ്റ്സ് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ സെലക്ടഡ് ആക്കിയിട്ടുള്ള കോളേജുകളുടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു. പ്രദർശനം എന്നതിനുപരിയായിട്ട് ക്വാണ്ടം ഫിസിക്സിന്റെ എവല്യൂഷൻ, അതിന്റെ തുടക്കം മുതൽ അതെങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നു, അതിന്റെ ഉൽപ്പത്തി എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതൊക്കെ വിശദീകരിക്കുന്ന ലളിതമായിട്ടുള്ള പരീക്ഷണങ്ങളിലൂടെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ഇപ്പം നമ്മുടെ കോളേജിലെ തന്നെ കുട്ടികളെ വെച്ചിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്ത് ഇന്ന് ക്വാണ്ടം സെഞ്ചുറി എത്തി നിൽക്കുന്ന അതിന്റെ നേട്ടങ്ങളിലും നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളും വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രദർശനമാണ്. വിദ്യാർത്ഥികൾക്ക് മുൻകൂട്ടിയുള്ള രജിസ്ട്രേഷൻ മുഖേനയും പൊതുജനങ്ങൾക്ക് നേരിട്ടെത്തിയും പ്രദർശനം കാണാവുന്നതാണ്. എക്സിബിഷനോടൊപ്പം ജനുവരി 31, ഫെബ്രുവരി 1 തീയതികളിൽ മലപ്പുറം സയൻസ് ഫെസ്റ്റിവലും നടക്കും. മന്ത്രി MP രാജേഷ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യും. CCN മലപ്പുറം. കായിക രംഗത്ത് മലപ്പുറം ജില്ലയുടെ അഭിമാനമുയർത്തിയ പ്രതിഭകളെ ആദരിച്ചു. ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ മെഡലുകൾ വാരിക്കൂട്ടിയ താരങ്ങളെയാണ് ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ആദരിച്ചത്. വിവിധ കായിക ഇനങ്ങളിലായി മികവ് തെളിയിച്ച 100-ലധികം താരങ്ങൾ ചടങ്ങിൽ ആദരം ഏറ്റുവാങ്ങി. ജില്ലാ ആസൂത്രണ സമിതി സമ്മേളന ഹാളിൽ നടന്ന പരിപാടി P. ഉബൈദുള്ള MLA ഉദ്ഘാടനം ചെയ്തു. ഓരോ ഗ്രാമങ്ങളിലും കുട്ടികൾക്ക് കളിച്ചു വളരാൻ ആവശ്യമായ അതിമനോഹരവും സൗകര്യപ്രദമായ കളിസ്ഥലങ്ങൾ നിർമ്മിക്കുകയും നമ്മുടെ ജില്ലയിലെ പല കേന്ദ്രങ്ങളിലായി സ്പോർട്സ് അക്കാദമികൾ സ്ഥാപിച്ച് കായിക താരങ്ങൾക്ക് അതാത് ഘട്ടങ്ങളിൽ ആവശ്യമായ പരിശീലനം നൽകുന്നതിന് വേണ്ടി
കായിക പ്രേമികൾ മുന്നോട്ട് വരുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് അന്തർദേശീയ തലത്തിലും ദേശീയ തലത്തിലുമൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താരങ്ങളെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധ്യമായി. മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിൽ, ബഹുമാനപ്പെട്ട നമ്മുടെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ജില്ലാ ഭരണകൂടം എല്ലാവരും ഈ ജില്ലയുടെ കായിക താരങ്ങൾക്ക് അർഹമായ പ്രോത്സാഹനം നൽകുന്നതാണ് ജില്ലയുടെ പാരമ്പര്യമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ജില്ലാ കളക്ടർ VR വിനോദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മലപ്പുറം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് V റിനീഷ റഫീഖ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് P ഋഷികേഷ് കുമാർ, MSP അസിസ്റ്റന്റ് കമാൻഡന്റ് ഹബീബ് റഹ്മാൻ, സ്പോർട്സ് കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ C സുരേഷ്, ലിയാഖത്ത് അലി കുരിക്കൾ, ജില്ലാ സെക്രട്ടറി VR അർജുൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. CCN മലപ്പുറം. ചരിത്ര പ്രാധാന്യമുള്ള ആത്മീയ കേന്ദ്രമായ അങ്ങാടിപ്പുറം പുത്തനങ്ങാടിയിൽ ശുഹദ ആണ്ട് നേർച്ച ജനുവരി 28 മുതൽ ഫെബ്രുവരി 1 വരെ നടക്കും. 10 നൂറ്റാണ്ടുകളുടെ ചരിത്ര പശ്ചാത്തലമുള്ള പുത്തനങ്ങാടി പ്രദേശം ജാതിമത ഭേദമന്യേ ആയിരങ്ങൾ ഒത്തുചേരുന്ന മതസൗഹാർദ്ദത്തിന്റെ ഉത്തമ കേന്ദ്രമാണ്. മഖാം സിയാറത്ത്, മതപ്രഭാഷണങ്ങൾ, ദുആ സമ്മേളനം, മജ്ലിസുൻ നൂർ സന്നദ്ധാന സമ്മേളനം, ഖത്തം ദുആ, അന്നദാനം തുടങ്ങി ഞായറാഴ്ച കാലത്ത് നടക്കുന്ന 10,000-കൾക്കുള്ള അന്നദാനത്തോടു കൂടെയാണ് പരിസമാപ്തി കുറിക്കുന്നത്. കേരളത്തിലെ അറിയപ്പെട്ട പ്രഭാഷകർ അൽ ഹാഫിദ് സിറാജുദ്ദീൻ ഖാസിമി പത്തനാപുരം, നൗഷാദ് ബാഖവി ചിറയൻകീഴ്, ഷമീർ ദാരിമി കൊല്ലം, സാലിം ഫൈലി കുളത്തൂർ തുടങ്ങിയ പ്രഭാഷകരും ടിപ്പു സുൽത്താന്റെ കാളിയും മമ്പുറം തങ്ങളുടെ ഉസ്താദുമായ അബ്ദുള്ള മുസ്ലിയാർ, പാതാരി പോക്കർ മൂപ്പൻ തുടങ്ങി നിരവധി മഹത്തുക്കളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ മണ്ണിലാണ് ആണ്ടുനേർച്ച സംഘടിപ്പിക്കുന്നത്. 5 ദിവസങ്ങളിലായി നടക്കുന്ന ചടങ്ങുകളിൽ മഖാം സിയാറത്ത്, കൊടിയേറ്റം, മതപ്രഭാഷണങ്ങൾ, മജ്ലിസുന്നൂർ, സന്നദ്ധാനം, ദുആ സമ്മേളനം എന്നിവ നടക്കും. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, നാസർ ഹൈ ശിഹാബ് തങ്ങൾ, സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ, ജമുലൈലി തുടങ്ങിയ പ്രമുഖ സാദാത്തുക്കളും ഏലംകുളം ബാപ്പു മുസ്ലിയാർ ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാരും വിവിധ ദിവസങ്ങളിൽ സംബന്ധിക്കും. ഫെബ്രുവരി 1 നടക്കുന്ന വലിയ അന്നദാനത്തോടെ നേർച്ച സമാപിക്കും. മഹല്ല് പ്രസിഡന്റ് പൊണ്ടേരിത്തൊടി മുഹമ്മദ് ഹാജി, ജനറൽ സെക്രട്ടറി പാതാരി ഹംസപ്പ ഹാജി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ 501 അംഗ സംഘാടക സമിതിയാണ് പരിപാടികൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യം 77ാമത് റിപ്പബ്ലിക് ദിന നിറവിൽ ഭരണഘടനയെ സംരക്ഷിക്കുക എന്നതാണ് ദേശസ്നേഹത്തിന്റെ ഏറ്റവും ഉയർന്ന രൂപമെന്ന് കായിക മന്ത്രി V അബ്ദുറഹ്മാൻ മലപ്പുറം MSP ഗ്രൗണ്ടിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം ലീഗ് മണ്ണാർക്കാട് മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നേതാക്കൾ തമ്മിൽ വാദപ്രതിവാദങ്ങളും തർക്കങ്ങളും, നിയമസഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം, നേതാക്കളുടെ ചാനൽ പ്രതികരണങ്ങൾ, അജണ്ട എന്നിവയെ ചൊല്ലിയാണ് ഇരുവിഭാഗങ്ങൾ തമ്മിൽ തർക്കമുണ്ടായതെന്നാണ് വിവരം. ചെർപ്പുളശ്ശേരി അറേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പകൽപൂരത്തിന്റെ ആവേശത്തോടെ താലപ്പൊലി ആഘോഷിച്ചു. വൈകുന്നേരം നടന്ന തിറപൂതൻ കളി തുടങ്ങിയ കലാരൂപങ്ങൾ ആഘോഷങ്ങൾക്ക് മിഴിവേകി. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്, മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.